ഈ ഒരേക്കർ 28 സെന്റ് ഭൂമി മാത്യു കുഴൽനാടൻ വാങ്ങിയ വ്യക്തിയും CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ? ഞങ്ങളൊന്നും ബന്ധമില്ല, ഞങ്ങളുടെ അറിവിലില്ല. പിന്നെ CPM-ന്റെ അകത്ത് ഏതെങ്കിലും കേസ് വരുമ്പോൾ CPM-ന്റെ നേതാക്കന്മാരെ അങ്ങോട്ട് കക്ഷി ചേർത്ത് മാത്യു കുഴൽനാടൻ ആരോടാ ഭൂമി മേടിച്ചതെന്ന് പറഞ്ഞാൽ ആരോടാ? കപ്പിത്താൻ എന്ന് പറയുന്ന റിസോർട്ട് ഉണ്ടാക്കിയതാരാ? 50 സെന്റ് സ്ഥലം മാത്യു കുഴൽനാടൻ കയ്യേറിയിട്ടുണ്ടോ ഇല്ലയോ? അല്ല, അത് മാത്യു കുഴൽനാടനാണോ കയ്യേറിയത്? മാത്യു കുഴൽനാടൻ ഭൂമി കൊടുത്തവരാണോ കയ്യേറിയത്? ആ ഭൂമി എത്രയാണെന്ന് അറിയില്ല, താൻ അളന്നില്ല എന്ന കാര്യമാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. സെന്റ് സ്ഥലം ഒരേക്കർ 28 സെന്റ് സ്ഥലം വാങ്ങിയാൽ അതിനകത്ത് 55 സെന്റ് സ്ഥലം അധികൃതമായി അളവിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാന്യമായ പൊതുപ്രവർത്തനാണ് എന്ത് ചെയ്യേണ്ടത്? എൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത കാശിനേക്കാൾ കൂടുതലുള്ള ഭൂമി എൻ്റെ കൈവശമുണ്ട്. ആ ഭൂമിയുടെ ഉറവിടം എന്താണെന്ന് കണ്ടെത്താൻ ആദർശം കാണിച്ചില്ലല്ലോ. അതിന്റെ മറുപടി ലിജു പറയട്ടെ. പക്ഷേ CP വർഗീസ്, എന്റെ ചോദ്യം ഇതാണ്, ഈ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസ് വരുമ്പോൾ 2012 മുതൽ ക്രമക്കേട് നടക്കുന്ന ഒരു ഭൂമിയുടെ ക്രയവിക്രയത്തിന്റെ ഭാഗമായി ഈ മാത്യു കുഴൽനാടനെ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു FIR വരുന്നു എന്നതിലാണ് അവിടെ ഒരു സംശയം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇത് ലാൻഡ് കൺസർവേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നത് മനസ്സിലാക്കാം, അധികമുള്ള ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം, അതിനൊന്നും നിയമ തടസ്സമില്ല, നമ്മൾ ആരും ഇതിന് എതിരുമല്ല. പക്ഷേ MLA ആകുന്നതിന് മുൻപ് നാമനിർദ്ദേശ പത്രികയെ സമർപ്പിക്കുന്ന വേളയിൽ തന്നെ ഭൂമിയുടെ കൈമാറൽ നടന്നിരിക്കുന്നു. അങ്ങനൊരു വിഷയത്തിൽ പിന്നീട് എങ്ങനെയാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരിക? കാരണം ഈ പറയുന്ന ക്രൈം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം MLA ആകുന്നതിന് മുമ്പാണ്. അവിടെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. ഒന്ന്, MLA ആകുമ്പോൾ ഒരേക്കർ 21 സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നു. ഡോക്ടറെ കേൾക്കാം. സ്ഥലം മേടിക്കാൻ വേണ്ടി MLA ആയിട്ട് ഫോറം പൂരിപ്പിക്കുന്ന തലേ ദിവസം ഒരേക്കർ 22 സെന്റ് സ്ഥലം മേടിക്കുന്നു. 1,33 സെന്റ് സ്ഥലമെന്ന് പറയുന്നു, വിലയെന്ന് പറയുന്നു. അതിനുശേഷം പിറ്റേ ദിവസം അത് 3,88,00,000 രൂപയായി അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തെ അദ്ദേഹം കൊടുക്കുന്നു. അപ്പം അതിനർത്ഥം തന്നെ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം കോടികളുടെ വ്യത്യാസം വരുത്തുന്ന രൂപത്തിലേക്ക് ഈ ഭൂമിയുടെ ക്രയവിക്രയത്തെ നടത്തിയിട്ടുള്ളപ്പം അതിനകത്ത് സംശുദ്ധമായ നിലപാടാണോ? ഒന്ന്. രണ്ട്, മാത്യു കുഴൽനാടനെ മാത്രമായി കക്ഷി ചേർത്ത് പ്രതി ചേർക്കേണ്ട കാര്യമാണെങ്കിൽ ഇതിനു മുമ്പ് അവിടെ തഹസിൽദാരായിരുന്ന ഷാജി ഉൾപ്പെടെയുള്ള 21 ആളുകൾ പ്രതികളാണ്. 16ാമത്തെ പ്രതിയാണ് മാത്യു കുഴൽനാടൻ. അങ്ങനെയാണ് മാത്യു കുഴൽനാടനെ പിണറായിയെയും അതുപോലെ തന്നെ പിണറായിയുടെ മകളെയും പ്രതി ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപജാപ സംഘങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 16ാമത്തെ പ്രതിയാക്കി മാത്യു കുഴൽനാടനെ ചേർക്കേണ്ട കാര്യമില്ല, 1ാമത്തെ പ്രതിയാക്കാം. Debate with Arun Kumar.